ഹലോ, നമസ്കാരം. AZB അക്കാഡമിയുടെ യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ റീസണിങ്ങിന്റെ അനലിറ്റിക്കൽ റീസണിങ് എന്ന് പറഞ്ഞ ഒരു പോർഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതൊരു പസിൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ABCDER 5 events performed from Monday to Saturday. അപ്പം ഡേ ബേസ്ഡ് പസിൽ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 6 ദിവസത്തേക്ക് 5 ഇവന്റ്സ് ഉണ്ട്. ആൻഡ് 1 ഇവന്റ് എവറി ഡേ, ഓരോ ദിവസവും ഓരോ ഇവന്റ് ഉണ്ട് വിത്ത് 1 days റെസ്റ്റ് ഇൻ ബിറ്റ്വീൻ. അപ്പൊ 5 ദിവസത്തെ ഇവന്റ്, ഒരു ദിവസത്തെ റെസ്റ്റ്, മൊത്തം 6 ദിവസമുണ്ട് അല്ലെ, മൺഡേ ടു സാറ്റർഡേ. അപ്പോൾ ഡേ ബേസ്ഡ് പസിലാണ്. ശരി, നമുക്ക് തന്നിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ്? സി വിൽ ബി പെർഫോംഡ് ഓൺ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഡേ ആഫ്റ്റർ ഡി. ഡിക്ക് തൊട്ട് ശേഷമായിരിക്കും ആര് പെർഫോം ചെയ്യുന്നത്? സി പെർഫോം ചെയ്യുന്നത്. റെസ്റ്റ് ഡേയ്സ് ബിറ്റ്വീൻ എ ആൻഡ് ഇ. അപ്പോൾ എയുടെ എക്കും ഇക്കും ഇൻ ബിറ്റ്വീൻ ആണ് ആരുള്ളത്? റെസ്റ്റ് ഡേ ഉള്ളത്. റെസ്റ്റ് ഡേ ഉള്ളത് എക്കും ഇക്കും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഉള്ളത്. ഗ്യാപ്പ് ഓഫ് 2 days ബിറ്റ്വീൻ ഇ ആൻഡ് സി. ഇക്കും സിക്കും ഇടയ്ക്ക് എത്ര ഡേയ്സിന്റെ ഗ്യാപ്പ് ഉണ്ട്? 2 ഡേയ്സിന്റെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയും വരാം. പിന്നെ എങ്ങനെ വരാം? ഡി സി ഇവിടെ ഈ വരാം അല്ലെ, 2 ദിവസത്തെ ഗ്യാപ്പ്. ഇക്കും സിക്കും ഇൻ ബിറ്റ്വീൻ 2 days ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് 2 ടൈപ്പ് കിട്ടി. 2 എണ്ണം നമ്മൾ അസംഷൻ 2 അസ്യൂം ചെയ്തു. ബി ഈസ് നോട്ട് ഓൺ ദി ലാസ്റ്റ് ഡേ. അപ്പോ ബി ലാസ്റ്റ് ഡേ അല്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ, ബി അപ്പോ ലാസ്റ്റ് ഡേ അല്ല, അതായത് സാറ്റർഡേ ബി വരില്ല. റെസ്റ്റ് ഡേ വാസ് നോട്ട് ഓൺ ട്യൂസ്ഡേ ഓർ തേഴ്സ്ഡേ. പിന്നെന്താ പറയുന്നത്? റെസ്റ്റ് ഡേ ഏതൊക്കെ വരില്ല? ട്യൂസ്ഡേയും ഇല്ല, പിന്നെ എവിടെയാണ്? തേഴ്സ്ഡേയും. ഈ 2 ദിവസവും ആര് വരത്തില്ല? റെസ്റ്റ് ഡേ വരത്തില്ല. ശരി, ഓർഡർ ആണ് നമുക്ക് വേണ്ടത്. മൺഡേ ടു സാറ്റർഡേ റെസ്റ്റ് ഡേ ഇഗ്നോർ ചെയ്തിട്ടുള്ള ഓർഡർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഞാൻ ഫസ്റ്റ് സെറ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ്? വേറൊരു കാര്യം നമ്മൾ വിട്ടുപോയി. എക്കും ഇക്കും ഇൻ ബിറ്റ്വീൻ ആണ് റെസ്റ്റ് ഡേ എന്ന് പറഞ്ഞു. നമുക്ക് ഇൻ ബിറ്റ്വീൻ എന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയില്ല എത്ര ഡേയ്സ് ഇൻ ബിറ്റ്വീൻ ഉണ്ട്, അല്ലെങ്കിൽ കറക്റ്റ് മിഡിലാന്ന് പറയുന്നത്. എക്കും ഇക്കും മിഡിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എയും ബിയും റെസ്റ്റ് മാത്രമേ അവിടെ ഉള്ളൂ എന്ന കേസ് നിങ്ങൾ അസ്യൂം ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഇ ആണെങ്കിൽ ഇവിടെ റെസ്റ്റ് വരാം, ഇവിടെ എ വരാം. അങ്ങനെയാണെങ്കിൽ ബി ലാസ്റ്റ് വരില്ല, ബി എവിടെ വരാം? ഇവിടെ വരാം. നമുക്ക് നോക്കാം. റെസ്റ്റ് ഡേ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും വരില്ല എന്ന് പറയുന്നുണ്ട്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, ഇത് കുഴപ്പമില്ല അല്ലേ. ബി ലാസ്റ്റ് വരില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ ബി സാറ്റർഡേ വരില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ബി സാറ്റർഡേ അല്ല വന്നത്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. നിങ്ങളുടെ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയോ? കറക്റ്റ് ആയല്ലോ അല്ലേ. അപ്പൊ നമ്മൾ രണ്ടാമത്തിലോട്ട് പോയതേ ഇല്ല. ഫസ്റ്റ് വെച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. എന്തൊക്കെ വന്നിട്ടില്ലെങ്കിൽ എന്തൊക്കെ വരരുത് എന്ന് പറയുന്നത് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ട്യൂസ്ഡേയും തേഴ്സ്ഡേയും ആര് വരരുത്? ട്യൂസ്ഡേയും തേഴ്സ്ഡേയും റെസ്റ്റ് ഡേ വരരുത്. വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ബി സാറ്റർഡേ വരരുത്. ബി വന്നിട്ടുള്ളത് മൺഡേ ആണ്. എക്കും ഇക്കും ഇൻ ബിറ്റ്വീൻ. എക്കും ഇക്കും ഇൻ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ അവിടെ അവർ 3 പേര് മാത്രമേ ഉള്ളൂ. എ, ഇ, പിന്നെ റെസ്റ്റ് ഡേ മാത്രമേ ഉണ്ടാവൂ. ആ ഒരു കേസ് എടുത്ത് വേണം നിങ്ങൾ ആദ്യം ചെയ്തു നോക്കാൻ. കിട്ടിയില്ലെങ്കിൽ മാത്രം എന്താ, എക്കും ഇക്കും ഇൻ ബിറ്റ്വീൻ റെസ്റ്റ് കൊടുക്കാം. ഇങ്ങനിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം ഈ രീതിയിൽ കൊടുക്കാം. അതായത് എ കഴിഞ്ഞ് 2 പേർക്ക്, എ കഴിഞ്ഞ് ഒരാൾ കഴിഞ്ഞ് റെസ്റ്റ്, വീണ്ടും ഒരാൾ കഴിഞ്ഞ് ഇ. ഈ ഒരു കേസ് നമുക്ക് മിക്കപ്പോഴും വരില്ല. ഇങ്ങനെ തന്നെ ആയിരിക്കും മിക്ക ക്വസ്റ്റ്യനിൽ. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓർഡർ എന്താണ്? ബി, ഡി, സി, എ, ഇ. ഉണ്ടോ നിങ്ങളുടെ ഓപ്ഷനിൽ? ബി, ഡി, സി, എ. ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട് അല്ലേ, ബി, ഡി, സി, എ, ഇ. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സഞ്ജയ് ആൻഡ് നീതു ലൈക്ക് ബ്ലൂ ആൻഡ്, അപ്പം ഡിഫറെന്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് ഈ ടൈപ്പാണ് സഞ്ജയ് ആൻഡ് നീതു ലൈക്ക് ബ്ലൂ ആൻഡ് റെഡ്, പ്രത്യേകിച്ച് ഒന്നും അവർ തന്നിട്ടില്ലെങ്കിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അവിടെ ചോദിച്ചിട്ടുള്ളത് വിച്ച് കളർ ഈസ് ലൈക്ഡ് ബൈ മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കളർ വേണം നമ്മുടെ ബേസ് ആയിട്ട് എടുക്കാനായിട്ട്. നമുക്ക് തന്നിട്ടുള്ള കളർ ബ്ലൂ റെഡ് തന്നിട്ടുണ്ട്. സഞ്ജയ് ആൻഡ് നീതു ലൈക്ക് ബ്ലൂ ആൻഡ് റെഡ് കളേഴ്സ്. അപ്പോൾ ബ്ലൂവും റെഡും സഞ്ജയ്ക്കും നീതു രണ്ടു പേർക്കും ബ്ലൂവും റെഡും ഇഷ്ടമാണ്. പ്രിയ ആൻഡ് നീതു ലൈക്ക് യെല്ലോ ആൻഡ് ബ്ലൂ. സോ അഗൈൻ ഒരു യെല്ലോ കളർ വന്നു. ആർക്കൊക്കെയാണ് യെല്ലോയും ബ്ലൂ ഇഷ്ടം? പ്രിയയുണ്ട് ആൻഡ് നീതു. ആൻഡ് ബ്ലൂവിന്റെ കേസിൽ ഒരു പ്രിയയുടെയും കൂടെ ഇട്ട് കൊടുക്കുക. നീതു ഓൾറെഡി ഇവിടെ ഉണ്ട് അല്ലേ. സഞ്ജയ്, മഞ്ജു ആൻഡ് കപിൽ ലൈക്ക് റെഡ് ആൻഡ് ബ്ലൂ കളേഴ്സ്. റെഡ് നമ്മുടെ കയ്യിലുണ്ട്, റെഡ് ഇവിടെ ഉണ്ട്, ബ്ലൂ ഇവിടെ ഉണ്ട്. ആർക്കൊക്കെയാണ് ഇഷ്ടം? സഞ്ജയ്, മഞ്ജു, കപിൽ. ശരി, സഞ്ജയ് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്, മഞ്ജു ദെൻ കപിൽ. ആൻഡ് ബ്ലൂ ഇഷ്ടമാണല്ലോ അവർക്ക്. അതെ, ബ്ലൂ ഇഷ്ടമാണ്. സഞ്ജയ് അവിടെ ഉണ്ട്, ബാക്കി മഞ്ജുവിനെയും കപിലിനെയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. വീണ്ടും ഉണ്ടല്ലോ, നീതു ആൻഡ് മഞ്ജുലെ ഗ്രീൻ ആൻഡ് ബ്ലൂ കളേഴ്സ്. ഗ്രീൻ നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു, പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഗ്രീൻ ഇഷ്ടമുള്ളത് ഇത് വിട്ടേക്കുക. കാരണം എത്ര പേർക്ക് ഏത് കളറാണ് മാക്സിമം ആളുകൾക്ക് ഇഷ്ടം എന്നാണ്. ഇപ്പൊ ഗ്രീൻ ഒന്നേ വന്നിട്ടുള്ളൂ, തൽക്കാലം നമുക്കത് വെയിറ്റിംഗ് വെക്കാം. ആൻഡ് ഗ്രീനും ബ്ലൂ ആർക്കൊക്കെയാണ് ഇഷ്ടം? നീതു ആൻഡ് മഞ്ജു. സോ ബ്ലൂ നീതു ഉണ്ട്, മഞ്ജു ഓൾറെഡി അവരുണ്ട്. കഴിഞ്ഞു, നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലേ. ചോദിച്ചിരിക്കുന്നത് വിച്ച് കളർ ഈസ് ലൈക്ഡ് ബൈ ദി മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ. ആർക്കാണ് ഏറ്റവും കൂടുതൽ ഏത് കളറാണ് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ളത്? നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് ആളുകൾ എഴുതി വെച്ചിട്ടുള്ളത് ബ്ലൂ കളറിന്റെ താഴെയായിട്ടാണ്. സോ നമ്മുടെ ആൻസർ എന്താണ്? അതേ, ഓപ്ഷൻ സി, ബ്ലൂ കളർ. ഓക്കെ ആണോ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ, ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അതിന്റെ ലാസ്റ്റ് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. അപ്പൊ നിങ്ങൾക്ക് ഫുൾ ചെയ്യേണ്ടി വരില്ല. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് നിർത്താം. ഇവിടെ തന്നെ നമ്മൾ ഗ്രീൻ എത്ര പേരുണ്ടോന്നൊന്നും നമ്മൾ മെൻഷൻ ചെയ്തില്ല, കാരണം ഗ്രീനെ കുറിച്ച് ഒരു പ്രാവശ്യം മാത്രമേ അവിടെ പറയുന്നുള്ളൂ. സോ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ലാസ്റ്റ് ലൈൻ എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 3, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓക്കെ, അവിടെ ഗ്രൂപ്പ് ആണ് ചോദിച്ചേക്കുന്നത് അല്ലെ, എന്തോ ഗ്രൂപ്പ് ആണ് ചോദിച്ചേക്കുന്നത്. ശരി, നോക്കാം. A group of 6 persons has to be formed from among the postgraduate teachers and ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് സെറ്റ് ഓഫ് എത്ര പേരുള്ളത്? 6 പേരുള്ള ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാനാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അതിൽ PGT ടീച്ചേഴ്സ് ഇത്രയും ഉണ്ട് ആൻഡ് TGT 5 പേരുണ്ട് അല്ലേ. അവർ കണ്ടീഷൻ പറയുന്നുണ്ട്. എന്തൊക്കെ കണ്ടീഷനാണ് പറയുന്നുണ്ടത്? ബി വിൽ ജോയിൻ ദ ഗ്രൂപ്പ് ഓൺലി വിത്ത് സി. അപ്പൊ ബി ഒറ്റയ്ക്ക് ഒരു ഗ്രൂപ്പിലും പോകില്ല, ബിയുടെ കൂടെ ആരും ഉണ്ടാകണം. ബിയും സിയും ഒരുമിച്ച് മാത്രമേ ഗ്രൂപ്പിൽ ഉണ്ടാവുള്ളൂ. എ വിൽ നോട്ട് ജോയിൻ വിത്ത് ഇ ഓർ ക്യൂ. ഈക്വൽ ടു, ഈ നോട്ട് ഈക്വൽ ടു സിമ്പിൾ ഞാൻ ഇട്ടേക്കുന്നത് അവരില്ല, അവരുടെ കൂടെ വരില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എ വിൽ നോട്ട് ജോയിൻ വിത്ത് ഇ ഓർ ക്യൂ. ഇയും ക്യൂവും ആരുടെ കൂടെ കാണില്ല? എയുടെ കൂടെ കാണില്ല. എയുടെ കൂടെ ഇയും ക്യൂവും ഉണ്ടാവില്ല. എ ഉണ്ടെങ്കിൽ എ ഒറ്റയ്ക്കായിരിക്കും, ഇവ രണ്ടുപേരും കൂടെ ഉണ്ടാവില്ല. ഡി വിൽ നോട്ട് ജോയിൻ വിത്ത് ആർ. അതെ, അപ്പോൾ ഡി ഉണ്ടെങ്കിൽ ആറ് കാണില്ല, ആറുണ്ടെങ്കിൽ ആരില്ല? ഡി ഇല്ല. ശരി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഇസ് പോസിബിൾ? പോസിബിൾ ആയിട്ടുള്ള എടുക്കാൻ പറ്റുന്ന ഗ്രൂപ്പ്സ് നിങ്ങളുടെ ഓപ്ഷനിൽ നിന്നും നോക്കി എഴുതുക. ശരി, ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ അത് ബി സി ഉണ്ട്. ബിയും സിയും ഒരുമിച്ച് ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട് അല്ലേ. ശരി, അത് മാത്രം അവിടെ നിന്ന് കിട്ടി. നമുക്ക് വേറെന്താ എടുക്കാം? വേറെ തന്നിട്ടില്ലാത്ത എന്താണ് വന്നൂടാത്തത്, അത് വേണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നൂടായികയല്ല, വരണം. ബി ഉണ്ടെങ്കിൽ സി ഉറപ്പായിട്ടും വരണം, അത് അവിടെ വന്നിട്ടുണ്ട്. ശരി, നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനിൽ പോകാം. രണ്ടാമത്തെ ഓപ്ഷനിൽ വന്നൂടാത്ത ആളുകൾ ആരൊക്കെയാണ്? എയും ഡിയും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ശരി, എ ഉണ്ടെങ്കിൽ ആര് വരാൻ പാടില്ല? ഇ വരാൻ പാടില്ല. പക്ഷെ ഇ ഇവിടെ ഉണ്ട്, എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റില്ല.
അടുത്ത ഓപ്ഷനില് എ ഉണ്ടോ? എ ഇല്ല. ഡി ഉണ്ടോ? ഓഫ് കോഴ്സ് ഡി ഉണ്ട്. ഡി ഉണ്ടെങ്കിൽ ആര് വരരുത്? ഡി ഉണ്ടെങ്കിൽ 6 വരാൻ പാടില്ല. പക്ഷെ ഇവിടെ 6 ഉണ്ട്. നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. അടുത്ത ഓപ്ഷനിൽ എ ഇല്ല, പകരം ആരുണ്ട്? ഡി ഉണ്ട്. ഡി ഉണ്ടെങ്കിൽ ആര് വരാൻ പാടില്ല? 6 വരാൻ പാടില്ല. ബട്ട് ഇവിടെയും ആരുണ്ട്? 6 ഉണ്ട്. സോ ബി, സി, ഡി 3 ഓപ്ഷനും എന്തായി? എലിമിനേറ്റ് ആയി പോയി. നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ കിട്ടിയോ നിങ്ങൾക്ക്? എന്താണ് പോസിബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പറയുമ്പോൾ അവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ പറ്റില്ല എന്ന് അവർ പറയുന്നു, അത് നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. അത് വേണം ചെക്ക് ചെയ്ത് നോക്കാൻ. പറ്റുമെന്ന കേസ് നിങ്ങൾ വിട്ടേക്കുക, അത് നിങ്ങൾ നോക്കാൻ പോകണ്ട. പക്ഷേ എന്തൊക്കെ പറ്റില്ല, ഡെഫിനറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും അത് ഉണ്ടാകണം. ബി ഉണ്ടെങ്കിൽ സി ഉണ്ടാവണം. ബി ഉണ്ടെങ്കിൽ സി ഉണ്ടാവണം. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ. രണ്ടാമത്തെ ഓപ്ഷനകത്ത് ബി ഉണ്ട്, പക്ഷെ സി ഉണ്ടോ അവിടെ? ഇല്ല. അതുകൊണ്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ എന്തൊക്കെയാണ് വന്നുകൂടായികയുള്ളത് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് നിങ്ങളുടെ ആൻസറിലോട്ട് പോകാം. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 4, 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. There are 5 persons, 5 പേരുടെ പേര് തന്നിട്ടുണ്ട്. അപ്പൊ 5 പേർക്കും ഓരോ ബോക്സിന് നമ്പർ ഇട്ടിട്ടുണ്ട്. 1 മുതൽ 5 വരെ ഓരോ ബോക്സും നമ്പർ ഇട്ടിട്ടുണ്ട് അല്ലെ? ശരി, തൊട്ട് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും അവര് എന്ത് പറയുന്നുണ്ട്? ഓരോന്നിനും ഓരോ കണ്ടീഷൻസ് പറയുന്നുണ്ട് അല്ലെ? എ ആൻഡ് ജെ സെലക്ടഡ് ഐറ്റംസ് 5 and 2 റെസ്പെക്റ്റീവ്ലി. അപ്പൊ അവിടെ 5 പേഴ്സൺസ് ഉണ്ട്. 5 പേർക്കും ഓരോ ബോക്സ് വെച്ചിട്ട് ഒരു ബോക്സിൽ ഓരോ ഐറ്റം വെച്ച് സെലക്ട് ചെയ്യണം. അപ്പൊ ഓരോ ഐറ്റം അവരും 1 മുതൽ 5 വരെ നമ്പർ ഇട്ടിട്ടുണ്ട് അല്ലെ? ശരി, അവർ എന്തൊക്കെ തന്നിട്ടുണ്ട്? എയും ജെയും ഓരോ നമ്പേഴ്സ് സെലക്ട് ചെയ്തു. ശരി, എയും ജെയും നമ്പേഴ്സ് സെലക്ട് ചെയ്തു. ഏതാണ് സെലക്ട് ചെയ്തത്? എ ആൻഡ് ജെ സെലക്ടഡ് 5 and 2 റെസ്പെക്റ്റീവ്ലി. റെസ്പെക്റ്റീവ്ലി എന്ന വാക്കിന് അർത്ഥം എന്താണ്? ആ ഓർഡർ കറക്റ്റ് ആയിരിക്കും. അതായത് എ ആൻഡ് ജെ, എ എടുത്തിരിക്കുന്നത് എന്ത് തന്നെയാണ്? 5 എന്നുള്ള ആ ഒരു ഐറ്റം തന്നെയാണ് ആരെടുത്തിട്ടുള്ളത്? എ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതാണ് റെസ്പെക്റ്റീവ്ലി എന്ന ടേം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. റെസ്പെക്റ്റീവ്ലി വന്നു കഴിഞ്ഞാൽ ആ ഓർഡർ അതേപോലെ തന്നെ നിങ്ങൾ എടുക്കുക. നോട്ട് റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ എക്ക് 5ഉം വരാം 2ഉം വരാം. അതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും വരാം. ഇവിടെ റെസ്പെക്റ്റീവ്ലി എന്ന ടേം ഉള്ളത് കൊണ്ട് ഏത് നമ്പർ അല്ലെങ്കിൽ ഏത് ഐറ്റം ആണ് എടുത്തിട്ടുള്ളത്? ആ 5 എന്നുള്ള ഐറ്റം ആണ് എടുത്തിട്ടുള്ളത്. ജെ ഏതാണ്? 2 ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കി ആരൊക്കെയാണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് നോക്കാം. ജി കനോട്ട് സെലക്ട് ഐറ്റം 3. അപ്പൊ ജിക്ക് ആരെടുക്കാൻ പാടില്ല? 3 എന്നുള്ള നമ്പർ ജി എടുക്കാൻ പാടില്ല. While M cannot select item 3 or 5. എമ്മിന് ആരൊക്കെ പറ്റില്ല? 3ഉം പറ്റില്ല, പിന്നെ 5ഉം എടുക്കാൻ പറ്റില്ല. ഓക്കെ, ശരി, എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് ഐറ്റം ക്യാൻ ജി സെലക്ട്? ജിക്ക് എടുക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? നമുക്ക് മൊത്തമുള്ള നമ്പേഴ്സ് 1, 2, 3, 4, 5. 1 മുതൽ 5 വരെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ 5 പോയിട്ടുണ്ട്, 2 പോയിട്ടുണ്ട്. ജി 6 എടുക്കാൻ പാടില്ല, 3 എടുക്കാൻ പാടില്ല. പിന്നെ അവിടെ ആരാണുള്ളത്? 1ഉം 4ഉം അല്ലെ? നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ 1ഉം 4ഉം? അതേ, ഓപ്ഷൻ സിയിൽ തന്നിട്ടുണ്ട്. 1ഉം 4ഉം തന്നിട്ടുണ്ട്. കിട്ടിയോ നിങ്ങൾക്ക്? ഈ ക്വസ്റ്റ്യൻ കിട്ടിയോ? ശരി, ഈ ക്വസ്റ്റ്യനില് ഡിയുടെ നമ്പർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഡി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ശരി, ഡി കണ്ടുപിടിക്കണമെങ്കിൽ ഡിയുടെ അല്ലെങ്കിൽ ഡി എടുക്കുന്നത് ഏത് ഐറ്റം ആയിരിക്കും? ഡി അല്ലെ? ഏത് നമ്പർ ആയിരിക്കും ഡി എടുക്കുന്നത്? ജിക്ക് 1ഉം 4ഉം പോയി അല്ലെ? എം വരുമ്പോ എമ്മിന് 3ഉം വരാൻ പാടില്ല, 5ഉം വരാൻ പാടില്ല. പിന്നെ ആരൊക്കെയാ ഉള്ളത്? 1ഉം 4. അപ്പൊ ജിയും എമ്മും കൂടി 1ഉം 4ഉം പങ്കിട്ടെടുക്കും. അപ്പൊ 1, 4 പോയി അല്ലെ? 1 പോയി, 4 പോയി. ജെ 5 എടുത്തു, എ 2 എടുത്തു. ബാക്കി നിൽക്കുന്നത് ആരാണ്? 3 ആണ്. സോ ഡിയുടെ നമ്പർ ഏതാണ്? ഡി സെലക്ട് ചെയ്ത ഐറ്റം ഏതാണ്?
മൂന്നാം നമ്പർ ഐറ്റം ആണ്. കിട്ടിയോ നിങ്ങൾക്ക്? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ശരി, അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. അപ്പൊ ഇത് എന്താണ്? ഒരു ബോക്സ് ബേസ്ഡ് പസിൽ ആയിട്ടാണ് തന്നിട്ടുള്ളത്. 6 ടോയ്സ് ഒന്നിന് മുകളിൽ സ്റ്റാക്ക് ആയിട്ട് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. ലോവർ മോസ്റ്റ് സ്റ്റാക്ക് 1 നമ്പർ ഇട്ടിട്ടുണ്ട്. ശരി, നമുക്കിങ്ങനെ നമ്പേർഡ് ആയിട്ടുള്ളത് ലോവർ മോസ്റ്റ് 1 ഇട്ടിട്ടുണ്ട് എന്ന ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ചാടി കയറി നിങ്ങൾ നമ്പർ ഇടാൻ പോകരുത്. എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്പർ ഇടേണ്ട ആവശ്യകത അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇവിടെ നോക്കിക്കേ, പക്ഷെ ലോവർ മോസ്റ്റ് 1 ആണ്, മുകളിലോട്ട് ഇങ്ങനെ 2, 3 എന്നും പറഞ്ഞു പോകുകയാണ്. മൊത്തം 6 ടോയ്സ് ഉണ്ട്. ഓരോ ടോയ്സും ഡിഫറെന്റ് കളേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. പർപ്പിൾ ടോയ് ഈവൻ പൊസിഷനിലാണ്, പക്ഷേ മുകളിലല്ല. അവിടെ ഈവൻ പൊസിഷൻ എടുത്ത് പറയുന്നുണ്ടല്ലേ. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്പർ ഇട്ട് പോകാം. ശരി, ഞാൻ താഴേന്ന് മുകളിലോട്ട് നമ്പർ ഇടുകയാണ്. എത്രയാണ്? മൊത്തം 6 സ്റ്റാക്ക് ഉണ്ട്. 6 തട്ടായിട്ട് അടുക്കി വെച്ചിരിക്കുകയാണ്. പർപ്പിൾ എവിടെ അല്ല എന്ന് പറയുന്നുണ്ട്. പർപ്പിൾ ടോയ് ഈവൻ പൊസിഷനിലാണ്, മുകളിലല്ല. 6ാം പൊസിഷനിലല്ല. വേറെ ഏതൊക്കെ ഈവൻ ആണുള്ളത്? 4ന്റെ അവിടെ കൊടുക്കാം നമുക്ക്. പിന്നെ എവിടെയാണ്? 2ന്റെ പൊസിഷനിൽ കൊടുക്കാം. റെഡ് ടോയ് ഈസ് നോട്ട് അഡ്ജസന്റ് ടു വൈറ്റ് ഓർ യെല്ലോ. അപ്പോ റെഡ് ആരുടെ അടുത്ത് വരില്ല? വൈറ്റിന്റെ അടുത്തും വരില്ല, പിന്നെ യെല്ലോയുടെ അടുത്തും വരില്ല. അപ്പൊ റെഡിന്റെ അടുത്ത് വൈറ്റും വരാൻ പാടില്ല, യെല്ലോ ടോയും വരാൻ പാടില്ല. ഗ്രേ ടോയ് ഏത് പൊസിഷനാണ്? അതെ, 5ാമത്തെ പൊസിഷനിലാണ് ഗ്രേ ടോയ് വരുന്നത് അല്ലേ. 2 ടോയ്സ് ബിറ്റ്വീൻ പിങ്ക് ആൻഡ് വൈറ്റ് വേർ പിങ്ക് ഈസ് എബവ് ദി വൈറ്റ്. അപ്പോ വൈറ്റിന് മുകളിലാണ് ആരുള്ളത്? പിങ്ക് ഉള്ളത്. അവർക്ക് ഇൻ ബിറ്റ്വീൻ എത്ര ടോയ്സ് ഉണ്ട്? 2 ടോയ്സ് ഉണ്ട്. പിങ്കിനും വൈറ്റിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് 2 ടോയ്സ് ഉണ്ട്. വൈറ്റ് ടോയ് ഈസ് നോട്ട് അറ്റ് ദി ബോട്ടം മോസ്റ്റ് പൊസിഷൻ. അതായത് നിങ്ങളുടെ 1ാമത്തെ സ്റ്റാക്കിൽ ആര് വരില്ല? വൈറ്റ് വരില്ല. ശരി, ഇവിടെ വൈറ്റ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. 2 പ്ലേസ് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് പർപ്പിൾ കൊടുക്കേണ്ടി വരും. സോ ഇവിടെ നമുക്ക് വൈറ്റ് കൊടുക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ വൈറ്റ് കൊടുക്കുകയാണ്. 2 പൊസിഷൻ കഴിഞ്ഞു. പിങ്ക് എവിടെ വരാം? ഇവിടെ വരാം. പിന്നെ അവർ പറയുന്നുണ്ട് റെഡിന്റെ അടുത്ത് ആര് വരില്ല? യെല്ലോയും വൈറ്റും വരില്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ് ഇവിടെ ആയിരിക്കും വരിക. ഒരാൾ ഉറപ്പായിട്ടും യെല്ലോയോ വൈറ്റോ ആരെങ്കിലും ഒരാൾ ആരുടെ അടുത്ത് വരും? റെഡിന്റെ അടുത്ത് വരാൻ ചാൻസ് ഉണ്ട്. നമുക്കത് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ നെക്സ്റ്റ് കേസിൽ 5ാമത്തെ പൊസിഷനിലാണ് ഗ്രേ അല്ലേ. ഓക്കെ, വൈറ്റ് താഴെ വരില്ല എന്ന് പറയുന്നുണ്ട്. വൈറ്റ് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ, വൈറ്റ് 3ാമത്തെ സ്റ്റാക്കിൽ കൊടുക്കുകയാണെങ്കിൽ പിങ്കിന്റെ പൊസിഷൻ 6ാം സ്റ്റാക്കിൽ ആര് വരും? 6ാം സ്റ്റാക്കിൽ പിങ്കിന്റെ പൊസിഷൻ വരും. പിന്നെ വൈറ്റിനടുത്ത് ആര് വരാൻ പാടില്ല? വൈറ്റിനടുത്ത് റെഡ് വരാൻ പാടില്ല. സോ ഞാൻ റെഡ് ലാസ്റ്റ് കൊടുക്കുകയാണ്. വൈറ്റിന് തൊട്ട് മുൻപ് യെല്ലോ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ടോയ് എമംഗ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് അറ്റ് ആൻ ഓഡ് പൊസിഷൻ. ഓഡ് പൊസിഷനിലുള്ളത് ആരാണ്? ഓഡ് പൊസിഷനിൽ ആരൊക്കെയാണ് നമുക്കുള്ളത്? ഓഡ് പൊസിഷനിൽ ഗ്രേ ഉണ്ട്. ഓഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ സംഖ്യകൾ അല്ലെ. 1, 3, 5 ആരൊക്കെയാണ്? റെഡ്, വൈറ്റ്, ഗ്രേ ഉണ്ടോ നമ്മുടെ ക്വസ്റ്റ്യനിൽ? അതെ, വൈറ്റ് ടോയ് ഓപ്ഷൻ 3. വൈറ്റ് ടോയ് ഏത് പൊസിഷനിലാണുള്ളത്? എന്താണ്? 3rd പൊസിഷനിലാണുള്ളത്. 3ാമത്തെ സ്റ്റാക്കിലാണ് ആരെ വെച്ചിട്ടുള്ളത്? വൈറ്റ് ടോയ് വെച്ചിട്ടുള്ളത്. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ? നിങ്ങൾക്ക് ഇടാൻ എല്ലാം തുടക്കത്തിലേ കയറി ഇടാൻ പോകരുത്. സൈഡിൽ നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് ഇട്ടുകൊടുത്ത് ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ? ഈ 5 ക്വസ്റ്റ്യൻസും 2021 NTPCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്ത് നോക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് നോക്കുക. നന്നായി നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്